നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പേരിൽ വംശീയമായിട്ട് അധിക്ഷേപിക്കപ്പെടുന്നത് പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോക ചെസ്സിൻ്റെ നെറുകയിൽ വീണ്ടും ഒരു ഇന്ത്യൻ പയ്യൻ 18 വയസ്സ് മാത്രം പ്രായമുള്ള ഡി ഗുഗേഷ് ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ അതേപ്പറ്റി വന്ന മാധ്യമ റിപ്പോർട്ടുകളിൽ ഏറ്റവും വിവാദമായ ഒരു തലക്കെട്ടായിരുന്നു ഈ ഫ്രീ പ്രസ് ജേണലിൽ വന്ന ഡി ഗുഗേഷിനെ സാമ്പാറുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഹെഡ്ലൈനും ആ വാർത്തയും. അതേപ്പറ്റി ഒട്ടേറെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും ആന്ധ്രാക്കാരനായ മാതാപിതാക്കൾ, കുടുംബ ബന്ധങ്ങൾ, വേരുകൾ ആന്ധ്രയിലുള്ള അല്ലെങ്കിൽ തെലുങ്കൻ എന്ന് വിളിക്കാവുന്ന തെലുങ്കിൻ്റെ ആളായ ഡി ഗുഗേഷ്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ചെന്നൈയിലേക്ക് കുടിയേറിയവരുടെ കുടുംബത്തിൽപ്പെട്ടതാണ്. അങ്ങനെ തമിഴ്നാട് തൻ്റെ രണ്ടാം വീടാക്കി മാറ്റിയിട്ട് അവിടെ ജനിച്ചു വളർന്ന തമിഴൻ കൂടി എന്ന് വിളിക്കാവുന്ന ആളാണ് ഡി ഗുഗേഷ് എന്ന ചെറുപ്പക്കാരൻ, ഈ പറയുന്ന ടീനേജ്. അദ്ദേഹം വളരെ പെട്ടെന്ന് പ്രശസ്തനായി ലോക ചാമ്പ്യൻ പട്ടം നേടിയപ്പോൾ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത് സിംഗപ്പൂരിലാണ്. സിംഗപ്പൂരിൽ അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവിടെയും മാപ്രകൾ എത്തിയോ എന്നുള്ളതാണ് നമുക്ക് പെട്ടെന്ന് തോന്നിയത്. കാരണം ഇങ്ങനെ സാമ്പാർ ജയിച്ചു എന്ന രൂപത്തിൽ കൊടുക്കുമ്പോൾ സാമ്പാർ കഴിക്കുന്നവരെല്ലാം തമിഴന്മാരാണ്, അപ്പം അതിനകത്തൊരു വംശീയ ആക്ഷേപം വന്നു എന്നുള്ളതായിരുന്നു വിമർശനം. പല വിമർശനങ്ങൾ ആ രീതിയിൽ വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഗുഗേഷ് ആന്ധ്രാക്കാരനാണോ തമിഴനാണോ തെലുങ്കനാണോ തമിഴനാണോ എന്ന് ചോദിച്ചാൽ രണ്ടും കൂടിയാണ്. തെലുങ്ക് വേരുകളുള്ള തമിഴ്നാട്ടുകാരനായ ഗുഗേഷ്. ഗുഗേഷ് സിംഗപ്പൂരിൽ പോയി അവിടെ കളിച്ച് ജയിക്കുമ്പോൾ സിംഗപ്പൂരിലെ ജനസംഖ്യയുടെ 4/1 തമിഴന്മാരാണ്, തമിഴ് വംശജരാണ്. തമിഴ് സിംഗപ്പൂരിൻ്റെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നുകൂടിയാണ് തമിഴ്. അപ്പോൾ ഫ്രീ പ്രസ് ജേണൽ പോലെ ഇന്ത്യയിലെ മുംബൈയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച വളരെ പഴക്കവും തഴക്കവും ചെന്ന ഒരു പ്രസിദ്ധീകരണം പത്രമാണ് ഫ്രീ പ്രസ് ജേണൽ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1928 തുടങ്ങിയിട്ട് അന്ന് സ്വാമിനാഥൻ സദാനന്ദ് അതിൻ്റെ സ്ഥാപകനും ഫൗണ്ടർ എഡിറ്ററുമായി തുടങ്ങിയ ഫ്രീ പ്രസ് ജേണല് നമ്മുടെ മാധ്യമരംഗത്ത് രാജ്യത്തും പുറത്തും ഒക്കെ വർക്ക് ചെയ്യുന്ന പണിയെടുക്കുന്ന ഒട്ടേറെ പ്രമുഖ മാധ്യമ പ്രവർത്തകരെ സംഭാവന ചെയ്ത ഒന്നാണ് ഫ്രീ പ്രസ് ജേണൽ. മലയാളികൾ ഉൾപ്പെടെ ജേർണലിസം കഴിഞ്ഞ ഒട്ടേറെ പേർ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നേരെ പോയി, അല്ലെ PG ഡിപ്ലോമ കഴിഞ്ഞിട്ട് നേരെ പോയി ഫ്രീ പ്രസ് ജേണലിൽ പണിയെടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴത് കുറെ കുറഞ്ഞു. അപ്പോൾ പലരുടെയും ഒരു കളിത്തട്ട് ജേർണലിസ്റ്റിലെ കളിത്തട്ടായിരുന്നു, ഇംഗ്ലീഷ് ജേർണലിസത്തിലെ കളിത്തട്ടായി അന്നും ഇന്നും നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ് ഫ്രീ പ്രസ് ജേണൽ. അപ്പോൾ അവിടെ നിന്നും അത് പോയി കവർ ചെയ്തതിൽ റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ നമ്മുടെ മലയാളത്തിലെ മാപ്രകളുടെ നിലവാരത്തിലേക്ക് പോയല്ലോ എന്നാണ് നമുക്ക് ആദ്യം തോന്നിയത്. കാരണം ഇങ്ങനെ ഒരു ഹെഡിങ്, ടൈറ്റിൽ, തലക്കെട്ട് കൊടുക്കുക. പലരും കമൻറ്റ് ചെയ്തത്, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തത്, ഈ വർഷം കണ്ട ഏറ്റവും മോശമായ, ഏറ്റവും മ്ലേച്ഛമായ തലക്കെട്ടെന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. ജേർണലിസത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒരാൾ പോലും അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകരും അങ്ങനെ ഒരു ടൈറ്റിൽ തലക്കെട്ട് കൊടുക്കില്ല എന്ന് പല വിമർശനങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ ഈ സാമ്പാർ തമിഴൻ്റെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. സാമ്പാർ ശരിക്കും തമിഴൻ കണ്ടുപിടിച്ചതല്ല. തമിഴന്മാരെ നമ്മൾ ഇഡലി സാമ്പാർ എന്ന് വിളിച്ച് കളിയാക്കാറുണ്ട്. നമ്മുടെ ഒരു പൊതുധാരണ ഇഡ്ഡലി തമിഴന്മാർ കണ്ടുപിടിച്ചതാണ്, സാമ്പാർ തമിഴന്മാർ കണ്ടുപിടിച്ചത്. അങ്ങനെയല്ല. തമിഴന്മാരും മറ്റു പലരും, മലയാളി ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ആന്ധ്രയും കർണാടകയും ഉൾപ്പെടെ പലരും ജനങ്ങൾ, ഈ 4 സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ഇഡലിയും സാമ്പാർ അവരുടെ ഒരു പ്രഭാത ഭക്ഷണമായിട്ട് അങ്ങ് സ്വീകരിച്ചത് കൊണ്ടുവന്ന സ്വീകാര്യത, അതിൽ നിന്നൊരു പറച്ചിലാണ് വന്നത് തമിഴ്നാട്ടുകാരാണ്, അല്ലെ തമിഴന്മാരാണ് ഇഡലി സാമ്പാർ കണ്ടുപിടിച്ചത്. അങ്ങനെയല്ല. സാമ്പാർ ആദ്യം ഉണ്ടാക്കിയത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് തമിഴ്നാട് കീഴടക്കിയ, പ്രത്യേകിച്ച് തഞ്ചാവൂർ കീഴടക്കിയ 17-ാം നൂറ്റാണ്ടിലെ മറാത്ത നാട്ടുരാജാവ്
തമിഴ്നാട് കീഴടക്കി തഞ്ചാവൂർ കീഴടക്കി കയ്യിലാക്കിയ അവിടെ കൊട്ടാരം സ്ഥാപിച്ച മറാത്ത നാട്ടുരാജാവായ ഷാഹുജി ബോൺസ്ലെ, ആ പേര് കേട്ടാൽ തന്നെ അറിയാം മറാത്തിയാണ്, മറാഠ. ഷാഹുജി ബോൺസ്ലെയുടെ കൊട്ടാരത്തിലാണ് ആദ്യമായിട്ട് സാമ്പാർ ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. ഇപ്പൊ സാമ്പാർ തമിഴിന്റെ ഒറിജിൻ അല്ല. 1684 മുതൽ 1712 വരെ 17-ാം നൂറ്റാണ്ടിലെ തഞ്ചാവൂർ മറാത്ത രാജ്യത്താണ് സാമ്പാർ ആദ്യമായിട്ട് അവിടുത്തെ കൊട്ടാരത്തിലെ അടുക്കളയിലാണ് ഉണ്ടാക്കപ്പെട്ടത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇഡ്ലിയുടെ ഉത്ഭവം അതിനും എത്രയോ നൂറ്റാണ്ട് മുമ്പാണ്. ഇഡ്ഡലിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് അതിനും 3-4 നൂറ്റാണ്ട് മുമ്പ് അങ്ങ് ഇന്തോനേഷ്യയിലാണ് ഇഡ്ഡലി ഉണ്ടാകുന്നത്. അരിയും ഉഴുന്നുമൊക്കെ ചേർത്ത് ഒരു ഇഡ്ഡലി വിഭവം എന്ന് പറയുന്ന രൂപത്തിൽ ആ പ്രാകൃത ഇഡ്ഡലി ഉണ്ടായത് ഇന്തോനേഷ്യയിലാണ്. പിന്നെ അത് തമിഴ്നാട്ടുകാരത് ഇഡ്ഡലി സാമ്പാർ അങ്ങ് ഏറ്റെടുത്തു, പോപ്പുലറാക്കി, ജനകീയമാക്കി. തെക്കേ ഇന്ത്യ മുഴുവൻ, ഇന്ന് ലോകം എല്ലായിടത്തും ഇഡ്ഡലി സാമ്പാർ വളരെ പോപ്പുലറായി, ഒരു പ്രഭാത ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് എന്ന നിലയിൽ. അപ്പോൾ നമുക്ക് ഗുഗേഷിനെ സാമ്പാർ എന്ന് വിളിക്കുന്നതിൽ ഒരു അഭംഗിയുണ്ട്, ഒരു അനൗചിത്യമുണ്ട്, പിന്നെ അതൊരു കളിയാക്കലാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മളതിനെ അങ്ങനെ കാണുമ്പോൾ ഈ വിളി വേണ്ടായിരുന്നു. അതൊരു നല്ലൊരു ഹെഡിങ് ടൈറ്റിലല്ല, തലക്കെട്ടല്ല. അവിടെയും മാപ്രകൾ സിംഗപ്പൂരിലും എത്തി ഈ പണി കാണിച്ചു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. മാപ്രകൾ എവിടെ ചെന്നാൽ ഇങ്ങനെയുള്ള അപ്പം മലയാളത്തിൽ മാത്രമല്ല മാധ്യമ പ്രവർത്തനം നടത്തുന്നവരും മറ്റുള്ള ഇംഗ്ലീഷ് ജേർണലിസത്തിലും ഉണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇപ്പം എന്തായാലും അടുത്ത കാലത്ത് കുറച്ചാൾ മുമ്പ് ഒരു വിവിധ രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച പ്രഭാത ഭക്ഷണങ്ങളെ കുറിച്ച് ഒരു ട്രാവൽ മാഗസിൻ, ഇന്റർനാഷണൽ ട്രാവൽ മാഗസിൻ ഒരു സർവേ നടത്തുകയുണ്ടായി. അവർ ഈ പറയുന്ന 100ഓളം രാജ്യങ്ങളിൽ പോയിട്ട് ആ രാജ്യങ്ങളിലെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റുകളും പരിശോധിച്ച് രുചി നോക്കി. ആ ഒരു ടീം നോക്കിയിട്ട് ലോകത്തിലെ 10 മികച്ച ബ്രേക്ക്ഫാസ്റ്റുകൾ അവർ തിരഞ്ഞെടുത്തു. ഈ മികച്ച 10 ബ്രേക്ക്ഫാസ്റ്റിൽ ഇഡ്ഡലി സാമ്പാർ ഇല്ല. കേരളത്തിൽ നിന്ന് 3 പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റുകൾ ആ ലിസ്റ്റിൽ ഇടം പിടിച്ച ആദ്യ 10. അപ്പൊ അങ്ങനെയുണ്ട് മലയാളിക്ക് അതിൽ അഭിനന്ദിക്കാം. ആ 3 ഏതാണ്? സാക്ഷാൽ പുട്ടുകടല. അത് കേരളത്തിന്റെ ഒരു പ്രത്യേക വിഭവമാണ്, പ്രഭാത ഭക്ഷണമാണ് പുട്ടുകടല. പുട്ടുകടല ആ 10 വന്നു. പിന്നെ അപ്പം സ്റ്റൂ ആ 10 വന്നു. അപ്പം സ്റ്റൂ അത് മലയാളികളുമായി ചേർന്ന് നിൽക്കുന്നതാണ്. 3ാമത് വന്നതും മലയാളിയുടെ വിഭവമാണ്, മീൻ ചേർന്നതാണ്. അത് മീൻ, കപ്പയും മീൻ കറിയും അല്ലെ, മീൻ തോരനും, കപ്പയും മീൻ പൊരിച്ചതും, പല ഭേദങ്ങളും, മീനിന്റെ പല വകഭേദങ്ങൾ. അപ്പൊ മികച്ച 3 ബ്രേക്ക്ഫാസ്റ്റുകളിൽ ലോക പഠനത്തിൽ വന്നതാണ് അതിന്റെ പോഷക മൂല്യം, ന്യൂട്രീഷ്യസ് വാല്യൂ, അതൊക്കെ വെച്ച് നോക്കി, ഗുണമേന്മയൊക്കെ നോക്കി, അതിന്റെ രുചി, ഗുണം ഒക്കെ നോക്കിയിട്ടാണ് ഈ പറയുന്ന പുട്ടും കടല, അപ്പവും സ്റ്റൂവും കപ്പയും മീനും തിരഞ്ഞെടുത്തത്. ഇഡ്ലി സാമ്പാർ നമുക്ക് വളരെ ഇഷ്ടമാണെങ്കിൽ ഈ ആദ്യ 10 ഇഡ്ലി സാമ്പാർ വന്നില്ല എന്നാണ് ആ റിപ്പോർട്ട് വായിച്ചത് എന്നുള്ള എൻ്റെ ഓർമ്മയിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഭക്ഷണത്തിന്റെ പേരിൽ വിവിധ ജനവിഭാഗങ്ങളെ കളിയാക്കുന്ന ഒരു പ്രവണത ഈ വളരെ കൾച്ചറലായിട്ട് നമ്മളിത് പരിശോധിക്കുമ്പോൾ, സോഷ്യലായിട്ടും കൾച്ചറലായിട്ടും റിലീജിയസ് ആയിട്ടും പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രവണതയുണ്ട്. അപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ ആൾക്കാരെ ഇകഴ്ത്തി പറയുന്നത് അത്ര നല്ലതല്ല എന്നാണ് നമ്മുടെ പൊതു അഭിപ്രായം. ഇപ്പൊ ഡിംഗ്ലിറനെ തോപ്പിച്ച ഗുഗേഷിനെ ചൈനയുടെ വിശേഷപ്പെട്ട ആ ഭക്ഷണത്തിന്റെ പേരിലും ഗുഗേഷിനെ സാമ്പാറിന്റെ പേരിലും താരതമ്യം ചെയ്തിട്ട് ഒരു മാധ്യമ റിപ്പോർട്ട് വന്നത് അതൊരു നിലവാരം പുലർത്തുന്നതല്ല എന്നാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നാളെ ഇനിയും വട, മാമോസ് എന്ന് പറയും, മോമോസ് എന്ന് പറയും, വട മോമോസിനെ തോപ്പിച്ചു. ഇഡ്ഡലി പോലെ മറ്റൊന്നാണ് ഉഴുന്നുവട, പ്രത്യേകിച്ച് ഏറ്റവും പോപ്പുലർ ഉഴുന്നുവടയാണ്, പരിപ്പുവടയല്ല. ഇനി വട നാളെ മോമോസിനെ തോപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഹെഡിങ്സ് ഇനിയും നാളെ മാധ്യമ വാർത്തകളിൽ വന്നുകൂടായികയില്ല. അതുകൊണ്ടൊരു മുന്നറിയിപ്പായിട്ട്, ഒരു മുൻകരുതൽ എന്ന, മുന്നറിയിപ്പിനേക്കാൾ അപ്പുറം ഒരു മുൻകരുതൽ എന്ന നിലയിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഔചിത്യം പാലിക്കേണ്ടതാണ് എന്നാണ് പൊതുവെ പറയേണ്ടത്.